ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ തപസ് കാലത്ത് പ്രത്യേക പരിപാലന പരിചരണ പ്രകാരം ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യമാണ് ഇപ്പോഴ് ആശീർവാദം ലഭിച്ച് അവസാനിച്ച പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിച്ചത്. ആ പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിൻ്റെ അവസാന ഭാഗമായിട്ടാണ് ആരാധനയും അഭിഷേകവും. ഇത് നിങ്ങളെ ആത്മശക്തിപ്പെടുത്തുകയും ആത്മസൗഖ്യപ്പെടുത്തുകയും ചെയ്യാം. ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന കർത്താവേ, നിന്റെ സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ശ്രദ്ധിക്കുന്ന ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, 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 സ്തോത്രം കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്തോത്രം. ഈ അത്യാഹിത അവസരത്തിലെ കർത്താവിൻ്റെ ആത്മബന്ധം നമ്മൾ അനുഭവിക്കുന്നതാണ് ആരാധനയുടെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ ദേശത്തിൻ്റെയും കുടുംബങ്ങളുടെയും ഈ വിഷമസന്ധികളിലെ കർത്താവേ, ദിവ്യകൃപാനയുടെ സാന്നിധ്യത്തിലൂടെ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നതിന് നന്ദി പറയുന്നു. ശ്രുതികട്ടെ, ആരാധിക്കട്ടെ. ക്ലേശത്തിൻ്റെ ഈ സമയത്ത് അതിമനോഹരമായൊരു വചനമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഈശോ അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം കർത്താവ് മലയിലേക്ക് പ്രാർത്ഥനയ്ക്കായി ഉൾവലിയുന്ന ഒരു ഹൃദ്യമായ അവസരമുണ്ട്. അത് സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്ന രീതികൾ അതിനേക്കാൾ ഹൃദ്യമാണ്. അതായത് കർത്താവ് പ്രാർത്ഥനയ്ക്കായി മലയിലേക്ക് രാത്രിയിലേക്ക് കയറിപ്പോകുമ്പോൾ സുവിശേഷം നമ്മളെ സൂചിപ്പിക്കുന്നത് അപ്പോസ്തലന്മാരുടെ വള്ളം കരയിൽ നിന്ന് അകന്ന് പോയെന്ന്. കരയിൽ നിന്ന് വള്ളം അകന്നു പോയി. കര എപ്പോഴും സുരക്ഷിതത്വത്തിൻ്റെ ഒരു ഇടമാണ്. നമുക്ക് ചവിട്ടി നിൽക്കാവുന്ന ഒരു ഇടമാണ്. നമ്മുടെ ചവിട്ടി നിൽപ്പിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഊർന്നു പോയാൽ നമ്മൾ വീഴും. അതുപോലെയാണ് കരയിൽ നിന്ന് ഈ വള്ളം അകന്നു പോയെന്ന് പറയണത്. സുരക്ഷിതത്വത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതാണ്. ശരിക്കും വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ദേശവും രാഷ്ട്രവും എല്ലാം ഒരു സുരക്ഷിത അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു സുരക്ഷിത അവസ്ഥയിൽ നമ്മൾ അകന്നു പോവുകയാണ്. നമ്മുടെ കൈവിട്ടു പോകുന്ന പോലുള്ളൊരവസ്ഥ. അതാണ് അപ്പോസ്തലന്മാരെ കരയുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 14-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യമാണ്. അവരെ കരയുന്ന അകന്നു പോയെന്ന്. അപ്പോൾ എന്നാ അവിടെ സംഭവിക്കണത്? അത് നമുക്ക് സംഭവിച്ചിരിക്കും. എന്താണ് സംഭവിച്ചത്? കരയിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് കാറ്റുണ്ടായി, കോളുണ്ടായി, കാറ്റും കോളുമുണ്ടായി. കാറ്റിൽ കടൽ ക്ഷോഭിച്ചു. കരയിൽ നിന്ന് അകന്നു പോകുകയും ചെയ്ത് അവിടെ ജീവിതം നവകയെ
കടക്ഷോഭത്തിൽ അകപ്പെടുകയും ചെയ്ത് ഇങ്ങനെ അകപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥ. നമ്മളെ ഭവനങ്ങളിലൊക്കെ അകപ്പെട്ടിരിക്കുകയാണ് ശരിക്കും. ഒരാൾക്ക് മാത്രമേ ഇന്ന് പുറത്ത് കടക്കാൻ അനുവാദമുള്ളൂ. അങ്ങനെ ഉള്ളൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം ഫേസ് ചെയ്യുകയാണ്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലും ഇതുപോലെ അകപ്പെട്ടു പോയ ഒരവസ്ഥയുണ്ട്. കരയിൽ അകന്നു പോയി കാറ്റിലും കോളിലും അകപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ അതിഹൃദ്യമായിട്ട് വചനം ഒരു കാര്യം പറയും. എന്താണ് അത്? കർത്താവ് മനസ്സിലാക്കിയെന്ന്. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. 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 കർത്താവേ സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും കർത്താവേ നീ മനസ്സിലാക്കുന്നവനാണ് കർത്താവേ. ഞാൻ അകപ്പെടുമ്പോൾ കർത്താവേ നീ അത് മനസ്സിലാക്കുക കർത്താവേ. നീ മനസ്സിലാക്കുക മാത്രമല്ല കർത്താവേ, ഞങ്ങളുടെ അടുത്തേക്ക് വരും കർത്താവേ. അടുത്തേക്ക് ദിവ്യ കുർബാനയായി വന്നിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തെ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങയ്ക്കൊരായിരം സ്വസ്ത്രമേകാന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ അഗാധരങ്ങളിൽ ഈ 1000 സ്വസ്ത്രം ഒരുമിച്ച് ഉണ്ടാവണം. എന്താ കാര്യം? അവൻ സ്വസ്ത്രത്തിന് യോഗ്യനാണ്. ഇപ്പോഴത്തെ അവസ്ഥകളല്ലേ, ഇതെല്ലാം നമ്മൾ അതിജീവിക്കും. ഞാൻ നിൻ്റെ അടുത്ത് കൂടി കടന്നു പോയെന്നല്ലേ എഴുതിയിരിക്കണത്. അപ്പോൾ നീ ചോരയെ കുടിച്ച് കിടക്കണത് ഞാൻ കണ്ടുവന്നേ. അപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞു? ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരാൻ പറഞ്ഞു. ദൈവവേദന എസെക്കിയേലിന്റെ 16-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ ഈ വചനത്തിലെ ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. ചില കാലങ്ങളിൽ വയൽച്ചെടി പോലെ ഒരു പരിഗണനയില്ലാതെ ഒരു കാട്ടുചെടി പോലെ വളരാൻ പറയുമ്പോൾ ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ദൈവം അങ്ങനെ നമ്മളെ വളരാൻ പറയുന്നത്? നമ്മളെ പരിചരിക്കുന്നവരെ ഉദ്ദേശിച്ചല്ല, നമ്മളെ സംരക്ഷിച്ചിരിക്കുന്നവരെ ഉദ്ദേശിച്ചല്ല, ദൈവത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കാലഘട്ടം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദൈവം കടന്നു പോകുന്ന കാലമാണ്. ജീവിക്കുക, നമ്മൾ ജീവിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കുമെന്ന്. ശ്രുതികട. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എസെക്കിയേൽ 16:7 യോഹന്നാൻ 17:19 ചേർത്ത് വായിക്കേണ്ടതാണ്. എന്താണ്? ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. അത് എസെക്കിയേൽ 16:7 പറയണത് ജീവിക്കുക. ഈ ചോരയിൽ പിരണ്ട് കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും ജീവിക്കുക. എങ്ങനെ ജീവിക്കണം? വയലിലെ ചെടി പോലെ വളരണം. വയലിലെ ചെടി എന്ന് പറയുന്നത് എന്താ? ഒരു പരിഗണനയുമില്ല, പരിപാലനയുമില്ല. മനുഷ്യൻ്റെതായിട്ടുള്ള ഗാർഡൻ ചെടിയല്ലത്, നഴ്സറി പ്ലാന്റ് അല്ല. ചില ജീവിതത്തിൽ ദൈവം നമ്മളെ വിളിക്കും. ഈ സാഹസമായ ആപൽക്കരമായ അവസ്ഥ ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. എന്തിനാണ്? നേഴ്സറി പ്ലാന്റ് പോലെയാണ് നീ ഇത്ര കാലമാണെല്ലാം വളർന്നത്. പലരുടെയും സാന്ത്വനങ്ങൾ കൊണ്ട്, പലതരത്തിലുള്ള പരിചരണങ്ങൾ കൊണ്ട്. ഇനി നീ ഒറ്റയ്ക്ക് വളരണം. പക്ഷെ നീ ഒറ്റയ്ക്കായിരിക്കില്ല. കാര്യം ഞാൻ ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരാൻ പറയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ നിന്നെ പരിപാലിക്കുന്ന കാലമാണ്. സാഹസികമായി കാലത്ത് മനുഷ്യനല്ല നമ്മളെ പരിപാലിക്കുന്നത്, ദൈവമാണ് നമ്മളെ പരിപാലിക്കുന്നത്. കൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കുമെന്ന്. ഈ കർത്താവ് നമ്മളെ ജീവിപ്പിക്കണത് ഈ സാഹസികമായ കാലത്ത്, ആപൽക്കാലത്ത് ജീവിപ്പിക്കണത് മനുഷ്യൻ്റെ പരിപാലന കൊണ്ടായിരിക്കത്തില്ല, ദൈവത്തിൻ്റെ പരിപാലന കൊണ്ടായിരിക്കും. അതെ, നമ്മൾ തീരുമാനിക്കുന്നു ദൈവത്തിൻ്റെ ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവേ, നീ ജീവിക്കുന്നത് പോലെ നിന്റെ ആശംസ കൊണ്ട്, നിന്റെ പരിപാലന കൊണ്ട് ഈ അത്യാഹിത ഘട്ടങ്ങളെ ഞങ്ങൾ അതിജീവിക്കാൻ ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ കാരുണ്യമാണ് കർത്താവിൻ്റെ ആശംസ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ കാരുണ്യം അവരെ രാത്രിയുടെ അഗാധമായ യാമങ്ങളിൽ അവർ കാറ്റിലും കോളിലും കരയിൽ നിന്ന് അകന്ന് നടുക്കടലിൽ അകപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ പ്രതികരണം? അവിടുന്ന് കടലിൻ്റെ മീതെ നടന്നു വന്നുവെന്ന്. മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ 26-ാമത്തെ വാക്യം പറയുന്നു, അവൻ കടലിൻ്റെ മീതെ നടന്ന്
അവിടെ നൗകയോട് അടുത്തെന്ന് പറഞ്ഞു. അപ്പോഴേത് അകപ്പെടലായാലും ശരി, ഏത് കാറ്റിലായാലും ശരി, ഏത് കോളിലായാലും ശരി, ഏത് കടക്ഷോഭത്തിലായാലും ശരി, നീ വിശ്വസിക്കണം, നിൻ്റെ ദൈവം നിന്നെ കൈവിടാതെ ഏത് പാതിരാത്രിക്കും നിൻ്റെ ജീവിതം നമുക്കോട് അടുത്ത് വരുമ്പോഴേ നിനക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് വിശ്വാസം കൊണ്ട്, ദൈവ സ്നേഹം കൊണ്ട്, സർവോപരി കഴിഞ്ഞ കാലങ്ങളിലുള്ള നിൻ്റെ അനുഭവം കൊണ്ട്. ശ്രദ്ധിക്കട്ടെ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു കടൽവചനമുണ്ട്. ഇതെല്ലാം കടൽവചനങ്ങളാണ്, കർത്താവിൻ്റെ പുസ്തകത്തിലെ കടൽവചനങ്ങൾ. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് 6:21. അതായത് ഇതുപോലെ കടൽക്ഷോഭത്തിൻ്റെ ഒരു കാലത്ത് കടലിൻ്റെ മീതെ കർത്താവ് വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6:21 പറയണത്, തങ്ങളുടെ നൗകയിലേക്ക് കയറ്റാൻ വേണ്ടി ശിഷ്യന്മാരെ കർത്താവിനെ, കടലിൻ്റെ മീതെ നടന്നു വരുന്ന കർത്താവിനെ കാറ്റും കോളും പിടിച്ച തങ്ങളുടെ നൗകയിലേക്ക് കയറ്റാൻ വേണ്ടി ആഗ്രഹിച്ചു എന്നാണ് പറയണത്. അങ്ങനെ ആഗ്രഹിച്ചപ്പോഴെന്നാ സംഭവിച്ചത്? ആ സമയത്ത് നൗക ലക്ഷ്യസ്ഥാനത്തെത്തിയെന്ന്. ഇത് വളരെ ഹൃദ്യമായ ഒരു വചനമാണ്. കാറ്റും കോളും പിടിച്ചൊരു വള്ളത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കുടുംബത്തിൽ നമ്മളായിരിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ഈ ആരാധന നിങ്ങൾ ലൈവായി കൂടുകയാണ്. ഇത് ഇപ്പോഴും നമ്മൾ പറയാതെ പറയുന്നൊരു വാക്കുണ്ട്. എന്താ കർത്താവേ? എന്താ നമ്മൾ പറയണത്? കർത്താവേ, ഞങ്ങളുടെ കൂടെ നീ ആയിരിക്കണമേ ഈ ഒരു കാലഘട്ടത്തെ, ഈ കൊറോണയുടെ കാറ്റിൻ്റെയും കോളിൻ്റെയും കാലഘട്ടത്തിൽ കർത്താവേ, ഈ ദേശത്തിൻ്റെ കൂടെ നീ ആയിരിക്കണമേ എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം മതി. വിശ്വാസം ആഗ്രഹം വിശ്വാസം പോലെ ശക്തമാണ് ശരിക്കും. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 6:21. അവരെ തങ്ങളുടെ നൗകയിൽ കർത്താവിനെ കയറ്റാൻ വേണ്ടി ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അടുത്ത വചനം എന്താണ്? ഉടനെ നൗക, ആ ഒരു ഒറ്റ ആഗ്രഹം കൊണ്ട് ഉടനെ നൗക ലക്ഷ്യസ്ഥാനത്ത് കരയ്ക്ക് അടുത്ത് വന്ന്. ഇപ്പോൾ നമ്മൾ 6:23 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഉടനെ നൗക ലക്ഷ്യസ്ഥാനത്ത് കരയ്ക്ക് അടുത്തു. ഏതെങ്കിലും കരക്കല്ല അടുക്കണത്. സുവിശേഷകനൊരു വാക്കുപയോഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ്. സുവിശേഷൻ ചോക്ക് മാത്രം നമുക്കറിയാം. അധ്യാപകൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവെന്ന അധ്യാപകൻ ചോക്കാകുന്ന അപ്പോസ്തലന്മാരെ കൊണ്ടാണ് സുവിശേഷം എഴുതണത് എന്താണ് പറയണത്? ഉടനെ നൗക ലക്ഷ്യസ്ഥാനത്തെ കരക്കടുത്തു. ഏതെങ്കിലും കടവിലടുക്കുകയല്ല. എന്താണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ആ ലക്ഷ്യസ്ഥാനത്താണ് ദൈവം നമ്മളെ അടുപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കാറ്റിന്റെയും കോളിന്റെയും കാലത്ത് നിന്നെ ഞങ്ങളുടെ ജീവിത നവകയില് കേറ്റണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം കർത്താവേ, ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തെ അതിന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്ന ദൈവമാണ് നീയെന്ന് ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ആരാധിക്കുന്നു. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശ്വാസം പോലെ തിഷ്ടമാണ്, വിശ്വാസം പോലെ ശക്തമാണ് ആഗ്രഹമെന്ന് പറയണത്. പണ്ടിതുപോലൊരു സ്ത്രീ തങ്ങളുടെ ജീവിതത്തിൻ്റെ വിലയും നിരയും പോയപ്പോൾ, ആളും അർത്ഥവും പോയപ്പോൾ, അങ്ങള മരിച്ചു പോയപ്പോൾ കർത്താവിനോട് ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു. അവൻ്റെ ശവമാടത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ടാണ് ആ സ്ത്രീ ആഗ്രഹം പറഞ്ഞത്. എന്താണ് അവൾ പറഞ്ഞ ആഗ്രഹം? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഭയങ്കര വാക്കാണത്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ആഗ്രഹം വന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് അവൾ പറയണത്? കർത്താവ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷമാണ്
11:21. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയെന്ന്. ആഗ്രഹം വിശ്വാസത്തെക്കാൾ ശക്തമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 സ്തോത്രം. 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 കർത്താവേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ പുകഴ്ത്തുന്നു, നിന്നെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവത്തിലെ ഹൃദയം ആഹ്ലാദം കൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്ന ഒരു സമയമാണിത്. നമ്മളിതിനെ എല്ലാത്തിനെയും തരണം ചെയ്യും. കാരണം നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ആഗ്രഹം അവൾ പറഞ്ഞപ്പോഴേ ആ ആഗ്രഹത്തെ മാനിക്കുന്ന കർത്താവ് തങ്ങളുടെ വള്ളത്തിൽ കയറാൻ വേണ്ടി, കർത്താവിനെ കയറ്റാൻ വേണ്ടി അപ്പോസ്തലന്മാർ ആഗ്രഹിച്ചപ്പോൾ തന്നെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് കർത്താവ് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു. അവരെ ആഗ്രഹിച്ച് എന്തിനാണെന്ന് അറിയാമായിരുന്നു കർത്താവിന്. തങ്ങളെ യേശുവിനെ വള്ളത്തെ കയറ്റുക എന്നതിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു അവർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ഇപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. ഇങ്ങനെ കൊറോണ നീണ്ടു പോയാൽ എങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന്. ഇന്നത്തെ ഏറ്റവും വലിയ ആദ്യമാണത്. ഇങ്ങനെ കൊറോണ നീണ്ടു പോയാൽ എൻ്റെ പഠിപ്പ് മുടങ്ങത്തില്ലേ, എൻ്റെ പരീക്ഷ എനിക്ക് അകന്നു പോകുന്ന കാരണം ഒരു കൊല്ലം എനിക്ക് നഷ്ടപ്പെടുമോ, എൻ്റെ ബിസിനസ് തന്നെ തകർന്നു പോകത്തില്ലേ, ഞാൻ എങ്ങനെ എൻ്റെ വീട് പണി നിന്ന് പോകത്തില്ലേ. ഇങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങൾ എങ്ങനെ സാധിക്കുമെന്ന് ആകുലപ്പെടുന്നവരോട് കർത്താവ് പറഞ്ഞു, ആഗ്രഹിക്കുക മാത്രം ചെയ്യുക ദൈവപൈതലേ. അപ്പോസ്തലന്മാരെ പോലെ ആഗ്രഹിക്കുക. നടുക്കടലിൽ കാറ്റിക്കോളിൽ തങ്ങളെ വള്ളത്തിലെ കർത്താവിനെ കയറ്റാൻ അവർ ആഗ്രഹിച്ചപ്പോൾ തന്നെ ആ കർത്താവിൻ്റെ ആഗ്രഹത്താൽ തന്നെ, വിശ്വാസത്താൽ തന്നെ അവരെ ദൈവം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചതുപോലെ നമ്മളെയും നമ്മുടെ ദൈവം ഏതെല്ലാം വിഷയങ്ങളുണ്ടായാലും നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ നേടും. കൈയടിച്ച് കർത്താവ് ചൂടുകൾ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലാസന്റെ പെങ്ങള് മാർത്ത ആഗ്രഹിച്ചപ്പോഴേ, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ കുടുംബത്തിൻ്റെ അത്യാപത്തിൻ്റെ സമയത്ത് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയെന്ന് പറഞ്ഞപ്പോഴേ ഈശോ എന്നാ അവളോട് പറഞ്ഞത്? ആഗ്രഹിച്ച സമയത്ത് എനിക്ക് എൻ്റെ സാന്നിധ്യം നിൻ്റെ കുടുംബത്തിൽ തരാൻ കഴിഞ്ഞില്ലെന്ന് നീ കരുതിയോ? അതിനേക്കാൾ വലിയ മഹത്വത്തിന് വേണ്ടിയാണ് ഞാൻ അല്പസമയത്തേക്ക് കാണാതെ പോയതെന്ന് നിനക്ക് തോന്നിയതുപോലെ ഈശോ പറഞ്ഞു. ഈശോ എന്നാ പറഞ്ഞത്? നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. നീ ദൈവമഹത്വം കാണുമെന്നാണ് ഈശോ പറഞ്ഞത്. നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ ഈ ഡെഡ് ബോഡികൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ലോകത്തോട് പറഞ്ഞത് യേശുക്രിസ്തു മാത്രമാണ്. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴും ഒന്നും തകർന്നില്ല, ഒന്നും നഷ്ടപ്പെട്ടില്ല എന്നാണ് ഈശോ അവളോട് പറഞ്ഞത്. നിൻ്റെ ഈ ഒരു ആഗ്രഹം കാരണം നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ല, ഒന്നും തകർന്നില്ല എന്ന് ഈശോ പറഞ്ഞത്. എന്താ കാര്യം? മരിച്ച് 3 ദിവസം കഴിഞ്ഞാലും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ എനിക്ക് കഴിയും. നിനക്ക് എന്തെങ്കിലും ദൈവപൈതൽ നഷ്ടപ്പെടുമെന്ന് നിനക്ക് തോന്നിയാൽ, എന്തെങ്കിലും ദൈവപൈതൽ നിനക്ക് തകർന്നുവെന്ന്, നിൻ്റെ ജീവിതം തകർന്നു നിനക്ക് തോന്നിയാൽ, ഒന്നും തകർന്നിട്ടില്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ലോകത്തോട് പറയാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അവൻ്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നും തകർന്നു പോയെന്ന് കരുതിയവരെ, നഷ്ടപ്പെട്ടുവെന്ന് രോഗം കൊണ്ടോ ബിസിനസ് തകർച്ച കൊണ്ടോ ജീവിതത്തിൽ തക്ക സമയത്ത് നിനക്ക് എത്തിപ്പെടാൻ കഴിയാതിരുന്നത് കൊണ്ടോ, നിൻ്റെ അഡ്മിഷനോ നിൻ്റെ ജീവിതമോ നിൻ്റെ ജോലിയോ എന്തെങ്കിലും നഷ്ടപ്പെട്ടുവെന്ന് കരുതിയവർ മാർത്തായെപ്പോലെ ആഗ്രഹിച്ചാൽ മാത്രം മതി. എല്ലാം തകർന്നായാലും അങ്ങനെ ചത്ത് ചീഞ്ഞു പോയി ഡെഡ് ബോഡി ആയിപ്പോയാലും ആഗ്രഹിക്കാൻ
നിനക്കൊരാളുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാം തകർന്നെന്ന് തോന്നിയാലും, എല്ലാം തീർന്നെന്ന് കരുതിയാലും, നിനക്ക് ആഗ്രഹിക്കാൻ, പ്രത്യാശിക്കാൻ, ഓരോ ആഗ്രഹത്തിനും വിശ്വാസത്തെക്കാളുപരി പ്രത്യാശയുടെ ഒരു വാക്കാണ് ആഗ്രഹമെന്ന് പറയുന്നത്. നീ ആഗ്രഹിക്കുക ദൈവവേദലെ, കർത്താവിനെ കണ്ടുകൊണ്ട് ആഗ്രഹിക്കുക ദൈവവേദലെ. എല്ലാം തളർന്നു, എല്ലാം തകർന്നുവെന്ന് തോന്നുന്നവൻ, എല്ലാം തീർന്നുവെന്ന് തോന്നുന്നവൻ, പരാജയത്തിലായിരിക്കുന്നവൻ, കടം കേടി മുഴിഞ്ഞവൻ ആഗ്രഹിക്കുക, എൻ്റെ കർത്താവ് ഉണ്ടായിരുന്നെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അവൻ ഉള്ളതുപോലെ ആകും. കാരണം അവനാണ് ഇന്നലെയും ഇന്നും എന്നും ഒരാളായ യേശു ക്രിസ്തുവാണ് നിന്നെ ഈ നിമിഷം ആരാധനയിൽ സന്ധിക്കുന്നത്. ഹല്ലേലൂയ. എടുത്ത് വെള്ളത്തിൽ കളയുന്ന സമയമാണ്. എന്തിനാ? നൗകയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടി. ഈ ക്വാറന്റൈൻ കാലം ശരിക്കും പൗലോസ് അപ്പോസ്തലൻ ഇതുപോലെ ഒരു നൗകയാത്ര നടത്തിയ സമയത്ത് ഗോതമ്പ് ചാക്കുകൾ വരെ എടുത്ത് വെള്ളത്തിൽ കളഞ്ഞതുപോലെ സുവിശേഷം പറയുന്നുണ്ട്. ജീവിതത്തിൻ്റെ ചില അത്യാവശ്യ കാര്യങ്ങളെ എടുത്ത് ചിലപ്പോൾ വെള്ളത്തിൽ കളയേണ്ടി വരും. എന്തിനാണ്? ജീവൻ രക്ഷിക്കാൻ വേണ്ടി. അതാണ് നടപടി പുസ്തകത്തിൻ്റെ 27-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നടപടി പുസ്തകത്തിൻ്റെ 27-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം. അവൻ കപ്പലിൻ്റെ ഭാരം കുറച്ചു എന്ന്. അവർ ഗോതമ്പ് ചാക്കുകൾ എടുത്ത് വെള്ളത്തിലേക്ക്, കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞുവെന്ന്. എന്തിനാ? കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ചില സമയത്ത് അത്യാവശ്യ കാര്യങ്ങൾ പോലുമാണ് ഭക്ഷണം, അതുപോലും എടുത്ത് വെള്ളത്തിൽ കളയുന്നൊരു കാലം എല്ലാവരുടെയും അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലുണ്ടായി. ഇപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും നീ ആ കാലമാണ് ഓർക്കേണ്ടത്. ജീവിതത്തിൻ്റെ ഭാരങ്ങൾ കുറയ്ക്കേണ്ട കാലം, അല്ലാതെ നഷ്ടപ്പെടേണ്ട കാലമല്ല. നിലനിൽക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ നമ്മുടെ സ്നേഹത്തോടു കൂടി ഉപേക്ഷിക്കുന്ന കാലമാണ്. ഈ കാലഘട്ടത്തിലേക്ക് കഴിയുമ്പോൾ നമ്മൾ കരക്കടുത്തിരിക്കും, രക്ഷസ്ഥാനത്ത് എത്തിയിരിക്കും, ദൈവം നമ്മളെ എത്തിച്ചിരിക്കും. പ്രിയമുള്ളവരെ, വലിയ കൃപയുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത്. അവസാനം കേട്ടത് ജീവിതഭാരങ്ങൾ, ചില കാര്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങൾ പോലും ഒഴിവാക്കുന്ന അപ്പോസ്തലികമായ ഒരു നടപടിക്രമങ്ങളാണ്. അതാണ് നമ്മൾ നടപടി പുസ്തകം 27-ാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ വചനത്തിൽ വായിച്ച് കണ്ടത്. ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ആഹാര സാധനങ്ങൾ പോലും എടുത്ത് കടക്ഷോഭകാലത്ത് പ്രതികൂലമായ കാലാവസ്ഥയെ കപ്പലിൽ നിന്നെടുത്ത് പുറത്ത് കളയുക. ക്വാറന്റൈൻ അതിതീക്ഷ്ണമായി നീങ്ങുകയാണ്. ഇതെല്ലാം ആധ്യാത്മിക ജീവിതത്തിൻ്റെ പരിചരണത്തിൻ്റെ ഭാഗമായി സന്തോഷത്തോടെ എടുക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വാത്സല്യവും സ്നേഹവും അനുഭവിക്കാൻ കഴിയും. ഒന്നും നഷ്ടപ്പെടുകയില്ല. കാര്യം ദൈവം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വിശ്വാസിക്ക് ഒന്നും നഷ്ടപ്പെടത്തില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, സന്ധിപ്പിന്റെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, ആത്മശക്തിയുടെ, പരിപാലനയുടെ ദൈവവചനങ്ങളാൽ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചതിന്, ശക്തിപ്പെടുത്തതിന് നന്ദി പറയുന്നു. അനുസ്മരിച്ചുകൊണ്ട് നിന്റെ സാന്നിധ്യത്തിലെ ജീവിക്കുവാൻ സഹായിക്കണമേ. അമ്മേ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. അർത്ഥവത്തായ ഒരു സമയത്താണ് നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നതെന്ന് ഓർക്കണം സഹോദരങ്ങളെ. ഇതും ദൈവപരിപാലനയുടെ ഭാഗമാണ്, ദൈവസ്നേഹത്തിൻ്റെ ഭാഗമാണ്. അസൽ നോൻപാണ് നമ്മൾ ആചരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ. നമ്മുടെ പല പല നോൻപ് കാലങ്ങൾ പലപ്പോഴും അശ്രദ്ധയോടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധയോടെ കടന്നു പോകുന്ന ഒരു നോൻപ് കാലമാണിത്. ആത്മപരിത്യാഗത്തിൻ്റെ, ആത്മപരിചരണത്തിൻ്റെ, ഇതിനേക്കാളെല്ലാം ഉപരി ആത്മശക്തിയുടെ ഒരു ആരാധനക്കാലം. കർത്താവേ, ഞങ്ങൾ
എല്ലാ കൊറോണ രോഗികളെയും, ലോകം മുഴുവനുമുള്ള 3 ലക്ഷം രോഗികളെ ഇപ്പോഴ് അതീവ വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും അങ്ങേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. അവരെല്ലാവരും തിരിച്ചു വരണം കർത്താവേ. നിന്റെ നാമത്തിൽ തിരിച്ചു വരട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ സ്തോത്രം. സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. തുറക്കപ്പെടട്ടെ എന്ന് കർത്താവേ. ഇന്ന് ദേശം മുഴുവൻ ലോക്ക്ഡൗൺ ആണ് ഈശോയെ. രാജ്യങ്ങൾ ലോക്ക്ഡൗൺ ആയിരിക്കുന്ന അവസ്ഥയാണ് ഈശോയെ. കർത്താവ് പണ്ട് ചെകിടിൻ്റെ ചെവിയുടെ പുറത്ത് നിന്നുകൊണ്ട് കർത്താവ് നീ കൈ ഉയർത്തിക്ക് പറഞ്ഞുകൊണ്ട് എസ്പദ എന്ന് പറഞ്ഞു തുറക്കപ്പെടട്ടെ എന്ന്. ലാസറിന്റെ കുഴിമാടം അടഞ്ഞു കിടന്നിരുന്ന കുഴിമാടത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവ് നീ പറഞ്ഞു ലാസറസ് കം ഔട്ട്, നീ പുറത്തു വരാൻ പറഞ്ഞു കർത്താവ്. മനുഷ്യരാശിയോട് ലോക്ക്ഡൗൺ ആയി കിടന്ന ദേശങ്ങളോട് കർത്താവ് നീ കൽപ്പിക്കണമേ പുറത്തു വരാൻ. നിന്റെ നാമത്തിലെ ലോക ജനസംഖ്യകള് ലോക ജനതകള് കർത്താവ് അവരുടെ പൊതുജീവിതത്തിലേക്ക് യേശു നാമത്തില് തിരികെ വരട്ടെ, പുറത്തു വരട്ടെ. പ്രിയമുള്ളവരെ, ഈ ആരാധന ജീവനോടെ ലൈവായി പങ്കെടുക്കുന്നവരെ നമ്മൾ ദിക്കുകളെ ആശീർവദിക്കുന്ന സമയമാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകം മുഴുവനും നമ്മുടെ ജന്മത്തിൽ ഇതുപോലെ ലോകം മുഴുവനും നിശ്ചലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമുണ്ടായിട്ടില്ല. എല്ലാ ദിക്കുകളും കർത്താവിൻ്റെതാണ്. നീ കർത്താവിൻ്റെ നാമത്തിൽ കൈകൾ ഉയർത്തണം. എല്ലാ ദിക്കുകളിലേക്കും കൈകൾ ഉയർത്തണം. വടക്കോട്ടും തെക്കോട്ടും നീ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കണം. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നീ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കണം. ആരാധനയെ ദൈവിക ശക്തിയാൽ രോഗബാധകളെയും പകർച്ചവ്യാധികളെയും ശാസിക്കുന്ന സമയമാണ്. കർത്താവേ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു കർത്താവേ. ലാസം ഉയർപ്പിച്ചവരെ നിന്നെ വിശ്വസിക്കുന്നു കർത്താവേ. ഈ നിമിഷം കർത്താവേ കൈ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഓരോ ദിക്കുകളിലും കർത്താവേ നിൻ്റെ നാമത്തിലാണ് കൈ ഉയർത്തണം കർത്താവേ. ഈശോ നിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ കൈ ഉയർത്തണം കർത്താവേ. കർത്താവ് നിൻ്റെ നാമത്തിലാണ് കൈ ഉയർത്തണം. അപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ ഏകജാതിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്പാ. എല്ലാ കൊറോണകളുടെയും എല്ലാ പകർച്ചവ്യാധികളെയും എല്ലാ വസന്തകളുടെയും അരൂപികളെ യേശുനാമത്തിൽ ശാസിക്കുന്നു. ശാസിക്കുന്നു അപ്പാ. നിന്റെ നാമത്തിൽ നിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യണമേ അപ്പാ. പിതാവായ ദൈവമേ, നിന്റെ പുത്രനായ യേശുക്രിസ്തു നാമത്തിലെ അടയാളങ്ങൾ അത്ഭുതങ്ങൾ നൽകണമേ. പകർച്ചവ്യാധിയുടെ വസന്തയുടെ അരൂപികള് വൈറസുകള് യേശുനാമത്തില് ശാസിച്ച് ആട്ടി അകറ്റുന്നു. യേശുനാമത്തില് ലോകം സുഖപ്പെടട്ടെ. യേശുനാമത്തില് ലോകം സുഖപ്പെടട്ടെ. യേശുനാമത്തില് രോഗം സൗഖ്യമാകട്ടെ. പ്രിയമുള്ളവരെ, കൊറോണ മറ്റുള്ള എല്ലാ വലിയ സത്യങ്ങളെയും അങ്ങ് മറച്ചു കളയുക. ഇപ്പോഴീ ഒരു വിഷയം മാത്രമാണ് മനുഷ്യൻ സംസാരിക്കണതും ചെയ്യണതും ആലോചിക്കുന്നതും പ്രതികരിക്കുന്നതും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരിയേറെ രോഗികളും പല വിഷയങ്ങൾ കൊണ്ട് കുടുംബങ്ങൾ ഇപ്പോൾ കൂനുമേ കുരുവായിരിക്കുന്ന അവസ്ഥയാണ്. അവരെല്ലാവരും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കൃപാസനം ആരാധനയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ മധ്യസ്ഥം നൽകുന്ന ഈ അത്ഭുത നിമിഷങ്ങളിൽ നിങ്ങളെ ബാധിക്കുന്ന എല്ലാ ജീവിത സങ്കടങ്ങളെയും കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും അവർ ദൈവതിരുസന്നിധി കിട്ട കണ്ണുനീരും ആ മേഖലകളിലെ എല്ലാ വിഷയങ്ങളും ഈ നിമിഷം ഓർക്കേണ്ട സമയമാണ്. 2019, 2017, 2018, 2020 ഉടമ്പടി എടുത്തിട്ടുള്ള മക്കളുണ്ട്. അല്ല, ഏതെങ്കിലും വിഷയങ്ങൾക്ക് തീരുമാനമില്ലെങ്കിൽ ഇപ്പോഴും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കുക. അതിൻ്റെ കാലമായിരിക്കണത് ഇപ്പോഴായിരിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിൻ്റെ ഉടമ്പടി വിഷയങ്ങളെ സമർപ്പിക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. രോഗമായാലും ക്ഷീണമായാലും കടമായാലും കുടുംബത്തിൻ്റെ അവസ്ഥയായാലും മക്കളില്ലാത്ത അവസ്ഥയായാലും വിവാഹം ഒത്തുവരാത്ത വിഷയമായാലും സാമ്പത്തിക തകർച്ചയായാലും വരുമാനം ഇല്ലാത്ത അവസ്ഥയായാലും കുടുംബത്തിലെ അസമാധാനമായാലും കോടതി കേസായാലും
മാറാത്ത രോഗമായാലും ഇപ്പോഴേ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ മക്കളുടെ പഠനമാകാം, പരീക്ഷയാകാം, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാകാം, എഴുതിവിട്ട പരീക്ഷയാകാം, റിസൾട്ട് പ്രതീക്ഷിക്കുന്ന പരീക്ഷയാകാം, ഉപരി വിദ്യാഭ്യാസമായ യാത്രയാകാം, എല്ലാം എപ്പോഴും സമർപ്പിക്കുക, മൗനമായി സമർപ്പിക്കുക, വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. കർത്താവേ, അനേകം മക്കൾ ലോകാന്തരങ്ങളിൽ അവിടെ കണ്ണുനീര് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക, അങ്ങേക്ക് സമർപ്പിക്കുന്ന സമയമാണ്. ഈ ആരാധനയുടെ ആശീർവാദ നിമിഷങ്ങളിൽ കർത്താവേ, അവർക്കെല്ലാം ഈ കാലഘട്ടം കഴിയുമ്പോൾ, ഈ സങ്കടത്തിൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ, നീ ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ കാലഘട്ടം തരുമ്പോൾ, തിരിച്ചു വന്ന് നിൻ്റെ അൾത്താറയിൽ നിനക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ ഈ നിമിഷം നിൻ്റെ തിരുമുറുപാട് വലതുകരത്താൽ ഓരോ മക്കളെയും സ്പർശിക്കണമേ. എല്ലാ അനുഭവങ്ങളെയും എല്ലാ അപേക്ഷകളെയും കർത്താവെ സാക്ഷ്യങ്ങളായി കർത്താവെ മാറ്റാൻ ഇടയാക്കണമേ. എല്ലാ രോഗങ്ങളെയും സൗഖ്യത്തിൻ്റെ സാക്ഷ്യമായി മാറ്റണമേ. അമ്മേ, പരിശുദ്ധമേ ദേവമാതാവേ, ഇപ്പോഴും മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ഓ സഞ്ചാരി മാതാവേ, എല്ലാ കാലഘട്ടങ്ങളിലേക്കും സഞ്ചരിച്ചുകൊണ്ട്, എല്ലാ ജനങ്ങളിലേക്കും സഞ്ചരിച്ചുകൊണ്ട് അനേകം മക്കൾ ഇതിനകം ദൈവത്തിൻ്റെ നാമത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ട് യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യപ്പെടുത്തി. അമ്മേ, ഇപ്പോഴും ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അമ്മ മധ്യസ്ഥം വഹിക്കണമേ. ഈശോ അവരെ സ്പർശിക്കണമേ. നിൻ്റെ അമ്മയുടെ ഈശോ നിൻ്റെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ അവരെ സ്പർശിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ, അങ്ങനെ കൈ നീട്ടണമേ. ആദിമസഭയിലെ അപ്പോസ്തലന്മാരെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ, കൈ നീട്ടണമേ. നിൻ്റെ പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ അടയാളം കാണിക്കണമേ അപ്പാ. അപ്പാ, കൈ നീട്ടണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ അത്ഭുതങ്ങൾ കാണിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ആരാധന, ആരാധന. ജീവിക്കുന്നവനായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗപീഠകളെ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അംഗീകാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അംഗീകാരാധന. പരിശുദ്ധ പരമ